ഇപ്പം നിലമ്പൂരുകാരെല്ലാം രാവിലെ ബൂത്തുകളിൽ എത്തി സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നു. ഈ നിലമ്പൂരിലൊരു ഉപതിരഞ്ഞെടുപ്പിന് കാരണക്കാരനായതുപോലും PV അൻവറാണ്. പക്ഷേ PV അൻവറിന്റെ മണ്ഡലത്തിൽ വോട്ടില്ല. നമുക്ക് PV അൻവറിന്റെ അവിടെ വീട്ടിൽ നിന്ന് PV അൻവറിന്റെ വസതിയിൽ നിന്ന് നമ്മുടെ അജിത്ത് കൂടി ചേർന്നുണ്ട്. അജിത്ത്, PV അൻവറിൻ്റെത് ഇക്കുറി വെല്ലുവിളികളുടെ കൂടെ ഒരു തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ. കാരണം ഈ രാജിവച്ചതിന് ശേഷം MLA സ്ഥാനം രാജിവച്ചതിന് ശേഷം അദ്ദേഹം നടത്തിയ വെല്ലുവിളികൾ പിണറായിസത്തിനെതിരെ, മരുമോനിസത്തിനെതിരെ, ഒടുവിൽ സതീശനിസത്തിൽ വരെ എത്തി നിൽക്കുന്നു. ഇക്കാര്യങ്ങളൊക്കെ നിലമ്പൂർകാർ ചർച്ച ചെയ്തിട്ടുണ്ടോ? അതെല്ലാം വോട്ടായി മാറുമോ എന്നാണ് അറിയേണ്ടത്. സേതുലക്ഷ്മി, അല്പം മുമ്പ് ബെൻസൺ സംസാരിച്ചപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ, പല രീതിയിൽ, പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു അത് കേൾക്കാൻ. അതേപോലെ തന്നെ ഒരു കാര്യമാണ്, നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഒതായിലെ ഈ വീട്ടിലേക്ക് വരുമ്പോൾ പുറത്ത് നല്ല ചാറ്റലായിരുന്നു. ഇപ്പോഴും നല്ല ചാറ്റലാണ്. PV അൻവർ സമാനമായി അല്പസമയത്തിനുള്ളിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരും. അദ്ദേഹം പ്രതികരിക്കും, മാധ്യമങ്ങളോട് കാണും, മാധ്യമങ്ങളോട് അഭിപ്രായം പറയും. തുടക്കം മുതൽ വളരെ കുറച്ച് വിഷയങ്ങൾ മാത്രം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നത്. അതിലൊന്ന് വന്യജീവി പ്രശ്നമാണ്, 2 പിണറായിസത്തിനെതിരായിട്ടുള്ള തൻ്റെ ഫൈറ്റാണ്, 3 VD സതീശനെതിരെയുള്ള നിലപാടാണ്, പിന്നെ ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ള വിമർശനം. ഈ കാര്യങ്ങളാണ് തുടക്കം മുതൽ അവസാനം വരെ PV അൻവർ ഉന്നയിച്ചത്. ഈ വിഷയത്തിനെതിരെ ശക്തമായ നിലപാടൊക്കെ ആയിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സേതുലക്ഷ്മി സൂചിപ്പിച്ച പോലെ സാഹചര്യം തന്നെ ഉണ്ടായത് PV അൻവറിലൂടെയാണ്. ഒരു ഘട്ടത്തിൽ UDF-ഉമായി ചർച്ച നടന്നെങ്കിലും അദ്ദേഹത്തിന് UDF-ൽ പങ്കാളിത്തം ലഭിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അംഗത്വം എന്നുള്ള ആശയം പോലും അംഗീകരിക്കപ്പെട്ടില്ല. അതിന് ശേഷമാണ് VD സതീശനെതിരെ രൂക്ഷമായ വിമർശനങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതിനു ശേഷം നിലമ്പൂരിൻ്റെ ചിത്രം തന്നെ ആകെ മാറുന്നു. ആദ്യഘട്ടത്തിൽ PV അൻവർ ഫ്രെയിമില്ലെന്ന് പറഞ്ഞെങ്കിലും ഒരു യൂസഫ് പഠാനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റോഡ് ഷോയിലോടുകൂടി വലിയ പങ്കാളിത്തം ഉണ്ടായതോടുകൂടി PV അൻവർ ഫാക്ടർ മണ്ഡലത്തിലുണ്ടെന്നുള്ള ചർച്ചകളടക്കം ഉയർന്നു വരുന്നു. ഏതാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവർ പിടിക്കുന്ന വോട്ടാകും നിർണായകം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് LDF-നെയാണോ UDF-നെയാണോ ബാധിക്കുക എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുകയാണ്. മാത്രമല്ല, അതിനപ്പുറത്തേക്ക് PV അൻവർ പറയുന്നത് 75,000-ൽ കുറയാത്ത വോട്ട് തനിക്ക് ലഭിക്കുമെന്നുള്ളതാണ്. 35 മുതൽ 40% വരെ വോട്ട് LDF-ൽ നിന്നും 25 മുതൽ 30% വരെ വോട്ട് UDF-ൽ നിന്നും പിടിക്കുമെന്ന് രീതിയിൽ 75,000 വോട്ട് 75,000 വോട്ട് തനിക്ക് ഉറപ്പായും കിട്ടുമെന്നാണ് PV അൻവർ പറയുന്നത്. അതായത് 75,000 വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുകയാണ്. 2ാം സ്ഥാനത്ത് ആരാണെന്നുള്ളത് പ്രശ്നമല്ല എന്നുള്ളതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും നമ്മൾ വസ്തുതാപരമായി പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലെ വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കുന്നത് PV അൻവർ ഫാക്ടറാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സേതുലക്ഷ്മി. അത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും നിർണായകമായി ആരുടെ വോട്ടാണ് PV അൻവർ പിടിക്കുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായി ഈ മണ്ഡലത്തിൽ എത്രമാത്രം ബന്ധമുണ്ട് എന്ന് കൂടി തെളിയിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഇൻഡിവിജ്വലായി തനിക്ക് ഫൈറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് കൂടി കാണിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. മുഴുവൻ കാര്യങ്ങളും, രാവിലെ പോസ്റ്റർ നോക്കുന്നത്, വീട് കയറുന്നത്, കണക്കുകൾ നോക്കുന്നത്, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത്, അങ്ങനെ മുഴുവൻ വിഷയങ്ങളും PV അൻവർ ആയിരുന്നു മുമ്പ് നിന്ന് നടത്തിയത്. തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ കുറച്ച് പ്രവർത്തകരെ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷേ ആ സാധ്യത ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മണ്ഡലത്തിലൊരു വൈബ് ഉണ്ടാക്കാൻ ഏതാണെങ്കിലും PV അൻവറിന് കഴിഞ്ഞിട്ടുണ്ട്. അത് വോട്ടായി മാറുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എത്രത്തോളം വോട്ടാകും, PV അൻവറിനെ നിലമ്പൂർകാർ എങ്ങനെ കാണുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതെ, പൂർണ്ണമായും വ്യത്യസ്തനായി, പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ, അതായത് കെട്ടുകലാശത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആ ദിവസം ആളുകളെ കാണാൻ പോകുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് പൂർണ്ണമായി ഞാൻ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചായക്കടകളിലൊക്കെ കേന്ദ്രീകരിച്ച് അദ്ദേഹം ചായക്കടകളിൽ ചെന്ന് ആളുകളോട് സംസാരിക്കുന്നു, വോട്ട് അഭ്യർത്ഥിക്കുന്നു, അവിടെ ആളുകളെ പേരെടുത്ത് വിളിക്കുന്നു. അങ്ങനെ ഈ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും ഒരു വ്യക്തിപരമായ ബന്ധം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. മറ്റൊരു കാര്യം കൂടി ഉണ്ട് സേതുലക്ഷ്മി, അതായത് PV അൻവറിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. അതായത് തൻ്റെ രാഷ്ട്രീയമായ ഭാവിക്ക് ഇനി എങ്ങോട്ട് അല്ലെങ്കിൽ ഇനി എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. അതുകൊണ്ട് PV അൻവറിൻ്റെതായി എത്ര വോട്ട് കിട്ടും എന്നുള്ള ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുകയാണ്. അങ്ങനെ ഒരു ദിവസമാണ്. അല്പസമയത്തിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് വരും, അതായത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരും. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. PV അൻവറിന്റെ ഈ വോട്ടെടുപ്പ് ദിനത്തിൽ ഈ ജനവിധി നിലമ്പൂറുകാർ എഴുതുന്ന ദിവസം എന്താണ് പറയാനുള്ളത് എന്ന കാര്യം നമുക്ക് ആ സമയം അറിയാം.